വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഇന്നത്തെ ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ബൈബിൾ സ്റ്റഡി അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ഇത് കണ്ടിന്യൂസ് ബൈബിൾ സ്റ്റഡി ഓർത്ത് കർത്താവെ അങ്ങ് ഞാൻ സ്തോത്രം ചെയ്യും. അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവ് ഈ ബൈബിൾ സ്റ്റഡി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ സമർപ്പിക്കുന്നു. അനേകം ആൾക്കാർ കർത്താവ് ഇതിൽ ഈ കർത്താവിന്റെ വചനത്തിലൂടെ അഭിഷേകം പ്രാപിക്കാനുള്ള കുറവ് കൊടുക്കണം കർത്താവ്. വചനത്താൽ അഭിഷേകം ചെയ്യണം കർത്താവ്. അനേകം ആൾക്കാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള കുറവ് കൊടുക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് എവരിബഡി. ഓക്കെ, എല്ലാവരും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 2ാം അധ്യായം നമ്മൾ സംസാരിച്ചു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ശിഷ്യന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കർത്താവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. അനേകം ആൾക്കാർ അവിടെ കൂടിയിരുന്ന ജെറുസലേമിൽ കൂടിയിരുന്ന ആൾക്കാർ അവരവരുടെ ഭാഷയിൽ തന്നെ കർത്താവിന്റെ വചനം പറയുന്നത് കേൾക്കുകയുണ്ടായി. തുടർമാനമായിട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയലിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോയൽ, മാരി ക്രിസ്ത്യൻ, ടോമി മാത്യു, ബ്ലസ്സി ജോൺ, ക്ലെയർ, നിതേഷ്, എവരിബഡി ഗോഡ് ബ്ലസ് യു. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രോഫറ്റ് ജോയലിന്റെ പ്രോഫസിയാണ് പത്രോസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രോഫറ്റ് ജോയലിന്റെ പ്രോഫസി എന്ന് വെച്ചാൽ അതും അപ്പോസ്തല പ്രവൃത്തി 2ാം അധ്യായം 17-ാം വാക്യം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരം നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അന്ത്യകാലങ്ങളിലുള്ള ഉണർവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമുക്കറിയാം ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്ന ആ ഒരു ടൈമിലുള്ള ശക്തിയല്ല, മറിച്ച് തലമുറകളായിട്ട് കർത്താവിനെ അറിഞ്ഞ ആൾക്കാർ, ജനറേഷൻ ടു ജനറേഷൻസ്, കർത്താവിനെ അറിയുന്ന ആൾക്കാർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കാൻ തക്കവണ്ണമുള്ള അഭിഷേകമായിരുന്നു കിട്ടിയത്. When you read that book of Acts chapter 2, what is happening? All the disciples were received the anointing from the Holy Spirit. It was not one-time anointing. It was, that one, it was handing over to generation. Praise the Lord. തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അഭിഷേകമായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകമാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. ഇത് പറഞ്ഞു വെച്ചാൽ ഇന്ന് ആർക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ദൈവമേ എനിക്ക് ഈ അഭിഷേകമൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാം അഭിഷിക്തരാണ്. നിങ്ങളെല്ലാം വി ആർ ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അതാണ് പറയുന്നത്. നമ്മൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായി അടിത്തറയിലെ കർത്താവ് പണിതിരിക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചറിയിലേക്ക് നമ്മൾ വരണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വി ആർ ആൻ അനോയിന്റഡ് പേഴ്സൺ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ രാജകീയ പുരോഹിത വംശമാണ്. നമ്മൾ വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇത് സാത്താൻ തന്നെ നമുക്കറിയാം. വചനം കേൾക്കുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ഉറക്കം വരുന്നു. ഇപ്പം ഞാൻ ഗുരുവിന്റെ പ്രാർത്ഥന പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്ലീപ്പിംഗ് കൊണ്ടുവരുന്ന മൈൻഡ് ബ്ലൈൻഡ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ മൈൻഡ് ചെയ്യുന്നു. Apply the blood of Jesus Christ right now. യേശുവിന്റെ തിരക്തം ഒഴിക്കുന്ന യേശുവിന്റെ നാമത്തിൽ apply the blood of Jesus Christ. Bind and cast out right now the spirit of blinding. In Jesus name I pray. In Jesus name. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞാൽ ജോയൽ പ്രവാചക പുസ്തകം നമുക്ക് പ്രോഫറ്റ് ജോയലിന്റെ നമുക്ക് പുസ്തകം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൽ പറയുന്നത് കഴിഞ്ഞാൽ ജോയൽ ചാപ്റ്റർ 2 verses 28. ഇതിൽ പറയുന്നത് കഴിഞ്ഞാൽ, അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം, നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും
കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരം. പ്രൈസ് ലോർഡ്. ആൻഡ് ഇറ്റ് ഷാൽ കം ടു പാസ് ആഫ്റ്റർവേർഡ് ദാറ്റ് ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് അപ്പോൺ all flesh. Praise the Lord. All flesh, that means the people, those who are born again and baptized. All flesh, and your sons and your daughters shall prophesy. Your old men shall dream dreams. Your young men shall see visions. Praise the Lord. Hallelujah. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ് ആണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്, ബൈബിളിനകത്ത് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കണം മുന്നോട്ട്. തുടർമാനായിട്ട് നമുക്കറിയാം, ഇപ്പോൾ പ്രോഫറ്റ് ജോയലിൻ്റെ നമുക്കറിയാം പത്രോസ് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞു. അവിടെ കൂടിയിരുന്ന ജെറുസലേമിൽ കൂടിയിരുന്ന പല ദേശക്കാരുടെ ആൾക്കാരുടെ കർത്താവിൻ്റെ വചനം ഒരേ ലാംഗ്വേജിൽ പത്രോസ് പ്രസംഗിക്കുന്നു 11 ശിഷ്യന്മാരോടും കൂടി. ആ 120 പേരും ചുറ്റുമുണ്ട്. അപ്പം അവർ കേൾക്കുന്നവരെല്ലാം അവരവരുടെ ലാംഗ്വേജ് അവരവരുടെ ഭാഷകളിൽ കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവരോട് അവരുടെ മനസ്സ് തുറക്കുവാണ് പറയേണ്ടത്. ഇത് ഇന്നലെ ഇന്നോ സംഭവിച്ചതല്ല, പ്രവാചകന്മാർ മുഖാന്തരം എഴുതപ്പെട്ടതാണ്. ക്രിസ്തു സഹിക്കുകയും മരിക്കണം, അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കണം, അതിനുശേഷം ഈ രക്ഷയുടെ സുവിശേഷം ലോകം മൊത്തം അറിയിക്കണമെന്ന പ്രവാചകൻ വഴി എഴുതപ്പെട്ടിരിക്കുന്നു. ആത്മാവിനെയാണ് അറിയിക്കാനുള്ള ആത്മാവിൻ്റെ ശക്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ പത്രോസ് എല്ലാവരോടും പറയുണ്ടായി. നമുക്കറിയാം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് രാജമാണി ടോമിൻ മാത്യു Kelabali, God bless you. Okay, this is Malayalam message. Okay, English message will be taking tomorrow. Tomorrow will be English message, the same section. Praise the Lord. Hallelujah. Book of Acts chapter 2, and one more section where there will be Malayalam and English. Praise the Lord. And the book of Acts chapter 3 this week will be taking. Praise the Lord. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 21 നമുക്ക് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 23 പറയുന്നത്, നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പറയുവാണ്. പ്രവാചകൻ മൊഴി എഴുതപ്പെട്ടത് കാര്യങ്ങൾ, ഈ വചനം നിവൃത്തീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ വേരിയും. അപ്പോസ്തലനായ പത്രോസ് എല്ലാവരും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സാക്ഷീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്താണ് പറയുന്നത്? വേഴ്സ് 24 പറയാണ്, ദൈവവും മരണപാർശ്വങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. whom God raised up. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പം ഇത് 25 പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്നെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുനിയും പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കുമെന്ന് അപ്പോസ്തലപ്രവൃത്തി 2:26. പ്രൈസ്. ഇതെല്ലാം നമുക്കറിയാം. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് എവിടെയുണ്ട്? നമുക്കറിയാം സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചക ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന് ക്രോസ് എക്സാമിനേഷനാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലുള്ള ജൂയിഷ് പീപ്പിളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പഴയ നിയമമൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. തോറയും കാര്യങ്ങളൊക്കെ വായിക്കും. പുതിയ നിയമം അവർക്ക് അറിയത്തില്ല. പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരായി ഫുൾഫിൽ ചെയ്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രൈസ് ദി ലോർഡ് പത്രോസ് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളും അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വചനം നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല, നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമം കൂടെ വായിച്ച് ചില സമയത്ത് നമുക്ക് അതിൻ്റെ റെഫറൻസ് എടുത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ബൈബിൾ അറിയത്തില്ലാത്ത വന്യജാതിക്കാർ കർത്താവിനെ അറിയാനായിട്ട് ഇടവരുള്ളൂ. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇന്നത്തെ യേശുക്രിസ്തു മരിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു, ഉയർത്തെഴുന്നേറ്റു മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് മരിച്ചു മരണത്തോടെ പോയെന്ന് ചിന്തിക്കും. പക്ഷേ ഇത് മനുഷ്യനല്ല, മനുഷ്യനായിട്ട് ജനിച്ചു, ദൈവം മനുഷ്യനായിട്ട് പിറന്നു ലോകത്തിലേക്ക് വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് ഇരിക്കുന്നുവെന്ന് നമുക്ക് കവിൻ ചാപ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റെഫാനോസ് സാക്ഷ്യപ്പെടുന്ന കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നെ കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ മരണം, ഈ അപ്പോസ്തലപ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വേറെ ഒരു പ്രത്യേക ഒരു ലെവൽ ഓഫ് അനോയിന്റിങ് കർത്താവ് കൊടുക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നമുക്കും കർത്താവ് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ലെവൽ ഓഫ് അനോയിന്റിങ് നമുക്കും തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നു ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 25, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നല്ലോ. പ്രവാചക പുസ്തകത്തിൽ ഓരോന്നായിട്ട്
ജൂയിഷ് പീപ്പിളിന് അവർ അപ്പോസ്തലന്മാർ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോസ്തലന്മാർക്ക് വലിയ, നമുക്കറിയാം, വലിയ എഴുത്തോ വായനയോ കഴിവോ ഒന്നുമില്ലാത്ത മുക്കുവന്മാരാണ്. പ്രൈസ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവരിലേക്ക് വന്നത്. When the power of the Lord came to them, to all the disciples, they were preached the gospel not by their own effort, but it was by the mighty fire of the Holy Spirit, power of the Holy Spirit. Praise the Lord. This is what I want to say. നമുക്കറിയാം, നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കും, ചില നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയാണ് പ്രസംഗിക്കുന്നത്. നമ്മളല്ല പ്രസംഗിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 2:29 പറയുന്നതെന്ന് വെച്ചാൽ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:29, പത്രോസ് പറയാണ്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് പറയുന്നു, എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, അവനെ പാതാളത്തിൽ വിട്ട് കളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ദാവീദ്, നമുക്കറിയാം, ഓരോന്നായി പുതിയ നിയമത്തിൽ നമ്മൾ എന്തൊക്കെ ഇതൊക്കെ കർത്താവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പഴയ നിയമത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഏതൊരു ദൈവമാണ്, പ്രൈസ് ദി ലോർഡ്, ഏതൊരു വ്യക്തിയെക്കുറിച്ചാണ് മുൻകാല പഴയകാല പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ എല്ലാം നിറവേറ്റപ്പെട്ട് ഈ ലോകത്തിൽ വന്ന് മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആരുമില്ല. അത് ഞാൻ പറയും, സാധാരണ യേശുക്രിസ്തു സാധാരണ മനുഷ്യനാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവചനം തെറ്റേണ്ടതാണ്. ഒരു പ്രവചനം തെറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് ബൈബിളിന്റെ റെഫറൻസ് എടുത്ത് തന്നെ നമുക്കറിയാം, അന്യമതക്കായ ആൾക്കാരോട് നമുക്ക് പറയാനായിട്ട് പറ്റും, യേശുക്രിസ്തു സാധാരണ ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനായി പിറന്ന്, പ്രൈസ് ദി ലോർഡ്, മരിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണ് യേശുക്രിസ്തു. നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:32. ഇതിൽ പറയുന്നത്, ദിസ് ജീസസ് ഡിഡ് ഗോഡ് റൈസ് അപ്പ്, പ്രൈസ് ദി ലോർഡ്, whereof we all are witness. ഇതിൽ പറഞ്ഞാൽ ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. യേശുക്രിസ്തു, അതാണ് ഈ 12 ശിഷ്യന്മാരും സാക്ഷികളാണ്. തള്ളി പറഞ്ഞ പത്രോസാണ് ഒന്നാമത് നിൽക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കാൻ ചിരി വരുന്ന പത്രോസിനെ. കാരണം വെച്ചാൽ പത്രോസ് തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. ആ തള്ളി പറഞ്ഞിട്ടും കർത്താവിൻ്റെ ആ സ്നേഹമാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ, അവർ ഗോഡ് ഈസ് എ കമ്പാഷൻ, ഈസ് ഹാവിങ് ദ കമ്പാഷൻ, അവർ ഗോഡ് ഈസ് എ മെർസിഫുൾ ഗോഡ്. നമ്മളൊരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് കർത്താവ് പിന്നെ കാലെ പിടിച്ച് ചവിട്ടി പുറത്താക്കത്തില്ല. കർത്താവിന് പ്രത്യേകം വെച്ചാൽ റിപ്പൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മളെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമ്മൾ അങ്ങനെ ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് ബൈബിൾ പ്രസംഗിക്കാൻ പറ്റത്തില്ല, നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തരെ മിനിമം കർത്താവ് 1,00,000 ആൾക്കാർ ആത്മാക്കളെ നേടാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിളിലത്തില്ല, ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. ആ 800 കോടി ജനങ്ങളിലെ ഈ പാസ്റ്റർ ജോളി, ബൈബിൾ ഇവാഞ്ചലിസ്റ്റ് ജോളി കർത്താവിൻ്റെ വചനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേരിലേക്ക് എത്തും? നമ്മൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് പല ഭാഷകളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞ് ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. അപ്പോസ്തലന്മാർ പറയുവാണ്, അപ്പോസ്തലന്മാർ പറഞ്ഞു ഞങ്ങളെല്ലാം സാക്ഷികളാണ്, ഞങ്ങൾ യേശുക്രിസ്തുവിന് ഒപ്പമുണ്ട്. പത്രോസ് പറയും, ഞാൻ തള്ളിപ്പറഞ്ഞു, എങ്കിലും ഈ തള്ളിപ്പറഞ്ഞ ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അപ്പം മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ആ ദൈവം 500-ൽ പരം തവണ ഈ യേശുക്രിസ്തു പ്രത്യക്ഷമായി മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും പ്രത്യക്ഷനായി ഞങ്ങൾ ആ യേശുക്രിസ്തുവിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വല്ലതറിയെ പെരുത്ത മീൻകൂട്ടം ഞങ്ങൾക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ ചെയ്തു, വീണ്ടും അത്ഭുതങ്ങൾ ചെയ്തു, ജീവിക്കുന്ന ദൈവത്തെയാണ് പ്രഘോഷിക്കുന്നതെന്ന് അപ്പോസ്തലനായ പത്രോസ് എല്ലാവരുടെ പോയി പറയുണ്ടായി. ഇത് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 2:31 പറയുന്ന ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:33 അവൻ പറയുന്നത്, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. ബീയിങ് therefore by the right hand of God exalted, and having received of the Father the promise of the Holy Spirit, he hath poured forth this which you see and hear. അതാണ് കർത്താവ് പറയുന്നത്. ഒന്നാം അപ്പോസ്തലപ്രവൃത്തി നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തിയിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് എന്നാ വാഗ്ദത്തം, പിതാവിനോടുള്ള വാഗ്ദത്തം എനിക്ക് നിങ്ങൾക്ക് അയക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ യെരുശലേം വിട്ട് പോകാതെ അവിടെ തന്നെ ഇരുന്ന്
പിതാവിനോടുള്ള പറഞ്ഞ വാഗ്ദത്തത്തോട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പ്രൈസിലോട്. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ബുക്ക് ആക്ട് ചാപ്റ്റർ 2:33 ഇത് പറയാണ്, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നോ. ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 2:34 ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്ന് പറയുന്നു. അതാണ് പറയുന്നത്, ഈ ലോകത്തിൽ നമുക്ക് ഒരു വ്യക്തിയും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല യേശു ക്രിസ്തു അല്ലാതെ. യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തിയുണ്ട്. അത് സ്വർഗാരോഹണമല്ല. യേശു ക്രിസ്തുവിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം സ്വർഗത്തിലേക്ക് ദൈവം എടുത്ത വ്യക്തിയുണ്ട്. അതാണ് നമുക്കറിയാം. ഏലിയാവിനെ നമുക്കറിയാം. പ്രൈസലോട്ട് ഹല്ലേലൂയ. തുടർമാനായിട്ട് നമുക്കറിയാം ഹനോക്ക്. പ്രൈസലോട്ട് ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തികളെ നമുക്കറിയാം. അപ്പം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതാണ്. പ്രൈസലോട്ട് ഹല്ലേലൂയമായിട്ട്. പ്രൈസലോട്ട്. അത് നമുക്കറിയാം. ഹനോക്കൊന്നും ബൈബിളിൻ്റെ അകത്ത് പ്രവാചക പുസ്തകത്തിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നൊന്നും എഴുതിയിട്ടില്ല. അത് ആ സമയത്ത് ദൈവത്തോടൊപ്പം നടന്ന് ദൈവം അവനെ കൈക്കൊണ്ടു. പ്രൈസലോട്ട്. പക്ഷെ യേശു ക്രിസ്തു അങ്ങനെയല്ല. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശരീരം അഴുകത്തില്ല എന്ന് പ്രൈസലോട്ട് ഹല്ലേലൂയ പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. അത് തുടർന്നായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:36 പറയുന്നത് കഴിഞ്ഞാൽ തുടർന്നായിട്ട് പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതാണ് പറയുന്നത്. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുക, എന്ത് ചെയ്യണം ഇനി? എന്നോട് പറയാൻ ചോദിച്ചാൽ സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കണം, ഇനി എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണം, രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെടും. പ്രൈസലോട്ട് ഹല്ലേലൂയ. അത് മർക്കോസ് സുവിശേഷം 16:14 പറയുന്നത്, വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഇത് പറയുന്നത്, അവർ ഇത് കേട്ട് ഹൃദയത്തിൽ എങ്ങനെ കുത്തുകൊണ്ടെന്ന്, അത് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യണം. നമ്മൾ ഒരാളുടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കണമെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവിന്റെ ടച്ച് വേണം. പരിശുദ്ധാത്മാവരെ ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ദൈവത്തിന്റെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ദൈവങ്ങളെ, ഇത് പറയുന്നത്, അവർ അതൊക്കെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. തുടർന്നായിട്ട് പറയാണ്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നല്ല ദാനം ലഭിക്കും. പ്രൈസലോട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ചില ആൾക്കാർക്ക് തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കും. യേശു സ്നാനമാണ് പിതാവിനും പുത്രനും പരിശുദ്ധന്മാരുടെ നാമത്തിൽ. അത് തെറ്റാണ്. അത് എന്നാൽ യേശു ക്രിസ്തു എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. യേശുവിന്റെ കമാൻഡ്മെന്റ് ആണ്. പ്രൈസലോട്ട് ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രനെയും പുത്രനെന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഉൾപ്പെട്ട് കഴിഞ്ഞു. പ്രൈസലോട്ട്. ജ്ഞാനം പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രൈസലോട്ട് ഹല്ലേലൂയ. Glory be to God. Hallelujah. Glory be to God. So that when you are taking baptism, we have to take the baptism in the name of the Father and of the Son and of the Holy Spirit. This is Malayalam message. English message will be same. Message will be there tomorrow at 4 p.m. UK time. Praise the Lord. Hallelujah. Today's Malayalam message. Praise the Lord. It's the Bible study book of Acts chapter 2, part 3. അപ്പോൾ പറയുകയാണ്, ഇപ്പൊ കേട്ട ആൾക്കാർ വേണം, ഞങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും പാവങ്ങളുടെ മോചനത്തായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്ന് പരിശുദ്ധാത്മാവെന്ന്, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പത്രോസ് അവരോട് പറയുകയാണ്, അവിടെ കൂടിയിരിക്കുന്നത് പറയുവാണ്. അപ്പം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:39 ഇതിൽ പറയുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക്, പ്രധാനപ്പെട്ട കാര്യം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അതാണ് യോൽ പ്രാചീൻ പറഞ്ഞത്, അന്ത്യകാലത്ത് എല്ലാ ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിന് പകരം നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. വാഗ്ദത്തം നിങ്ങളും നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് അത് എല്ലാവർക്കും. The promise of the Lord is free for everybody. The people, those who are in Christ Jesus. It's very important one. Not for the world people. The people, those who are in Christ Jesus. That means people, those who are born again and baptized. All the promises are which is written in the Bible, it is for you and me. Praise the Lord. Hallelujah. This is what we have to mean according to the Bible. Praise the Lord. ഇപ്പൊ പറഞ്ഞാൽ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ഭൂരസ്ഥന്മാരെ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളായാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നത് വെച്ചാല്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് ചുമ്മായിരിക്കുമല്ല ചെയ്തത്.
പത്രോസിന്റെ വാക്ക് കേട്ടവർ രക്ഷിക്കപ്പെട്ട് മാത്രമല്ല സ്നാനമേറ്റു എന്ന് വെച്ചാൽ അവിടെ ഒന്നും എല്ലാവരും സ്നാനപ്പെട്ടെന്ന് അർത്ഥം. ഹല്ലേലൂയ. അന്ന് 3000-ഓളം പേര് അവരോട് കൂടി, 3000-ഓളം പേര് സ്നാനമേറ്റെന്നർത്ഥം. ഹല്ലേലൂയ. രക്ഷ വേണോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ സാൽവേഷൻ, you have to definitely, indeed, you have to take, you have to born again and take full water baptism. Praise the Lord, not the child baptism, full water baptism according to the Bible. Praise the Lord. Hallelujah. ബൈബിൾ പറഞ്ഞാൽ അവരോട് ചേർന്നു അവർ അപ്പോസ്തലന്മാരെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുമല്ല, പലരും പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ അപ്പോസ്തലന്മാരെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവർക്കെല്ലാം അത് തുറന്നോട് പറയുന്നത്, എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കർത്താവിന്റെ നാമം അവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ ദൈവവേല ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കർത്താവിന് ശക്തിയുണ്ട്. അതെന്നാ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താൻ ചെയ്യുന്നു ശക്തിയുണ്ട്. There is a power and anointing from the Holy Spirit when you preach the gospel. Praise the Lord. Hallelujah. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങൾ അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ച് നിന്നു. സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റു അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കെടുക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഒരുമനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥിയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്താണെന്ന് വീട്ടിൽ പിടിച്ചിരിക്കുമല്ലേ, ഇത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കഞ്ഞി വേളയിൽ കഞ്ഞി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്നാണെങ്കിൽ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇത് എൻ്റെ സ്വന്തം എന്നല്ലാണ്ട് ഇത് എല്ലാവർക്കും വേണ്ടി കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു ആദ്യകാല ഉണർവെന്ന് പറയുന്നത്. അതാണ് ഇന്നും നമുക്ക് വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. തുടർന്ന് പറയുന്നത് ഉല്ലാസവും ഹൃദയ പെരുമാറ്റയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിലെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്ന ഒരു ദിനം പ്രതി സഭയോട് ചേർത്ത് കൂട്ടണം. അതാണ് പറയുന്നത്. ദൈവസഭ കർത്താവിൻ്റെ സഭയുടെ, എൻ്റെ സഭ അതിൻ്റെ സഭ നമ്മൾ പറയുന്നത് ഇത് കർത്താവിൻ്റെ സഭയാണ്. കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കും ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരോടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് നിറയാൻ പറ്റും. അനേകം ആൾക്കാർക്ക് ഈ കർത്താവിന് പറഞ്ഞു കൊടുക്കാനും പറ്റും. നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫോർട്ട് എടുക്കണം. നമ്മൾ ദൈവവചനം പറഞ്ഞാൽ മതി, ദൈവത്തിന് പരിശുദ്ധാത്മാവ് വേറെ ടച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ? സ്റ്റഡി റെഫറൻസ് ഒക്കെ റോമൻ ചാപ്റ്റർ 3 വേഴ്സസ് 23. സ്റ്റഡി ഒരു വ്യത്യാസം, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ഇല്ലാതായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വേഴ്സ് 24 പറയുന്നത് ഇത് പറഞ്ഞാൽ ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പിന്നെ റോമൻ ചാപ്റ്റർ 3 വേഴ്സ് 23, 24 പറയുന്നത് 24 പറയുന്നത് അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പുമില്ല സൗജന്യമാത്രയും നീതീകരിക്കപ്പെട്ടത്. പാവം ചെയ്തു കഴിഞ്ഞ പാവം നമുക്കൊരു നീതീകരണം കിട്ടണമെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ മാത്രമേ പറ്റത്തുള്ളൂ. കൃഷ്ണയിലൂടെയോ അല്ല പല റിലീജിയസ് കൾച്ചറിലൂടെയോ നമുക്ക് പാവമോചനം കിട്ടത്തില്ല. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിത്യവും കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മാത്രമാണെന്ന് ദൈവം നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അടി കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവവും, ഏകദൈവവും. പ്രൈസ് ദി ലോർഡ്. നമ്മെ രക്ഷിപ്പാൻ വലിയ ഒരേ ഒരു രക്ഷകനെ ലോകത്തിലുള്ളൂ, അതാണ് യേശുക്രിസ്തു. അങ്ങനെ പറയുമ്പോഴാണ് മറ്റുള്ളവർ എതിർക്കുന്നത്. പറയുന്നത് എല്ലാവരും ചിലർ പറയും എല്ലാ മതങ്ങളും ദൈവങ്ങളും ഒന്നല്ല, ഒരേ ഒരു ഏകദൈവമുള്ളൂ, അതാണ് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ ദൈവം അല്ലാതെ വിഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഈ പറഞ്ഞ പാവത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. അപ്പൊ ഇന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം പാട്ട് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2-ാം പാർട്ട് 2-ലെ രണ്ടാമത്. ഇനി ഓരോ സെക്ഷനും ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ എടുക്കാണ്ടായിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കേണ്ടതായിട്ട് വരും. എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, മൊത്തത്തിൽ പറയാണ്ടായിരിക്കുന്നു, 28 ദിവസം കൊണ്ട് തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ഉണർവ് വരുവാണ്. അഗ്നി അഭിഷേകം കെട്ടി അവിടെയുള്ള ആൾക്കാർ മൊത്തം കർത്താവിന്റെ വചനം പറയുന്നു. ഇത് ഭോഷ്കല്ല പറയുന്നത്, ഈ പരിശുദ്ധ അന്ത്യകാലം ഉണർവിന് വേണ്ടി ഇത് യോൽ പ്രവാചകൻ പ്രവചിച്ചതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും, പുത്രിമാരും പ്രവചിക്കുന്ന യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. The prophet Joel already prophesied about the revival of in end time revival. Praise the Lord. Hallelujah. That the Spirit of God is doing the end time revival. It has already been prophesied by the prophet Joel when you read the book of Joel
ചാപ്റ്റർ 2. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അപ്പൊ തുടർമാനമായിട്ട് 3000-ഓളം പേര് സ്നാനപ്പെട്ടു. വലിയൊരു ഉണർവുണ്ടായി. ഈ ഉണർവിന്റെ നടുക്ക് നിന്നുകൊണ്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-3 ചാപ്റ്റർ നമുക്ക് പഠിക്കാം അടുത്ത പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുക എന്നുള്ളത്. ഈ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. താല്പര്യമുള്ള ആൾക്കാർ സൂമിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ സൂമിൽ ജോയിൻ ചെയ്തു. നിങ്ങളും കർത്താവിനെ പ്രവേശിക്കാൻ തുടങ്ങും. അസാധ്യമായിട്ട് കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളെ ചെയ്യും, പ്രവർത്തിക്കും. പ്രൈസലോ നിശ്ചയമായിട്ട് ഞാൻ പറയും, അങ്ങനെ ചെയ്യും. താല്പര്യമുള്ള ആൾക്കാർ സൂമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. യു ആർ ഓൾസോ വെൽക്കം. പ്രൈസലോ. ഹല്ലേലൂയ. വി ക്യാൻ ഗോ ടുഗദർ. വി ക്യാൻ വർക്ക് ടുഗദർ അറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരു വീണ്ടും പ്രാർത്ഥിക്കുന്നു. പിതാവേ, നന്ദിയോടെ ചോദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവും പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെയും പ്രാർത്ഥിക്കുന്നു. ഷന്തല്ലക്കന രതീതക്കനി രതീതക്കനി. പിതാവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ ആദ്യം മുദ്രയിടുന്നു. യേശുക്രിസ്തുവിന്റെ വചനത്താൽ മുദ്രയിടുന്നു. സത്യസുവിശേഷത്തിൽ കർത്താവ് മുദ്രയിടുന്നു. കർത്താവ് പരിശുദ്ധാത്മാവെ, യേശുവിന്റെ നാമത്തിൽ നാമം ചൊല്ലി ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, അനുഗ്രഹിക്കുന്ന കർത്താവ്. ഷന്തല്ലകന മരതീതക്കനി ഷന്തം തമ്മലതീതക്കന. കർത്താവ്, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവർക്കും നിറയ്ക്കണം കർത്താവ്. അഭിഷേകത്തെ നിറയ്ക്കണം കർത്താവ്. ദൈവസ്നേഹത്തെ നിറയ്ക്കണം കർത്താവ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name. Amen. God bless.